ഫൈനലി നമുക്ക് ഈ ഓഫർ സെയിലിൽ ഫോണുകൾ അവ ഇറങ്ങിയ പ്രൈസിൽ തന്നെ വീണ്ടും വാങ്ങിക്കാം. ഞാനിങ്ങനെ പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല കരച്ചിലാണ്. അതാണ് മാർക്കറ്റിന്റെ അവസ്ഥ. എനിവേ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും രണ്ടിടത്തും പ്രൈം ഡേ സെയിൽ ആൻഡ് ഗോഡ് സെയിൽ ഈ വരുന്ന ജൂലൈ 4-ാം തീയതി, അതായത് നാളെ തുടങ്ങാൻ പോവാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ദിസ് ഇസ് ദി ബെസ്റ്റ് ടൈം ടു ബൈ സ്മാർട്ട് ഫോൺസ്. ഞാൻ എല്ലാ ഓഫർ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഓഫർ ഉള്ളത് കൊണ്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ നല്ലോണം വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. പക്ഷെ എന്തായാലും വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം മാത്രമേ തീരുമാനിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി കാണാം. ആ കാറ്റഗറിയിൽ ഏറ്റവും നല്ല ഓഫർ എന്ന് പറയപ്പെടുന്നത് സാംസങ് ഗാലക്സി S25 അൾട്രയാണ്. കഴിഞ്ഞ വർഷത്തെ സാംസങ്ങിന്റെ ഏറ്റവും പവർഫുൾ ആൻഡ് ഏറ്റവും പ്രീമിയം സ്മാർട്ട് ഫോൺ ആണ്. ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിന്റെ പവർ, 200 മെഗാ പിക്സൽ ക്യാമറ, ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സ്, എസ് പെൻ ആമസോണിലുണ്ട്. 84,990 ഓഫർ പ്രൈസിലാണ് വന്നിരിക്കുന്നത്. സോ ഒരു കംപ്ലീറ്റ് ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി ആപ്പിൾ ഫാൻസ് ആൻഡ് ആപ്പിൾ യൂസേഴ്സിന് വേണ്ടി കഴിഞ്ഞ വർഷം വന്ന പ്രോ ഐഫോൺ, അതായത് iPhone 17 Pro ഉണ്ടല്ലോ, അത് ആമസോണിൽ 1,12,900 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ടൈറ്റാനിയം ഫ്രെയിം ഉണ്ട്, A19 Pro ചിപ്സെറ്റ്, ആ പുതിയ സ്ക്വയർ സെൽഫി ക്യാമറ, 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പ്രോപ്പർ പ്രീമിയം പവർഫുൾ ഫോണാണ്. നെക്സ്റ്റ് നമുക്ക് അണ്ടർ 50,000 നോക്കാം. അതായത് നിങ്ങൾക്ക് ഒരു പ്യുവർ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വേണം, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ബഡ്ജറ്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OnePlus 13 ചെക്ക്ഔട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാഗ്ഷിപ്പ് ആമോലെഡ് ഡിസ്പ്ലേ, വീഗൻ ലെതർ ബാക്ക്, സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് ചിപ്സെറ്റ്, അതായത് S25 അൾട്രയിൽ വന്ന സെയിം ചിപ്സെറ്റ്, ഹാസൽബ്ലാഡ് ട്യൂണിങ്ങുമായി വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, വയർലെസ് ചാർജിങ് എല്ലാം വരുന്നുണ്ട്. ആമസോണിൽ ഈ ഒരു ഫോൺ 49,990 രൂപയ്ക്ക് അവൈലബിൾ ആണ്. OnePlusന്റെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണായ OnePlus 13S ഓഫറിൽ വന്നിട്ടുണ്ട്. ഇതും ആമസോണിലാണ്. ഇതിന്റെ ഓഫർ പ്രൈസ് ആണ് 46,990 രൂപ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി OnePlus 13 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ക്യാമറ ആണെങ്കിലും ഓവറോൾ എക്സ്പീരിയൻസ് ആണെങ്കിലും കുറച്ചും കൂടി ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് OnePlus 13 കിട്ടുന്നത്. പക്ഷേ ചിലർക്ക് ഈ കോമ്പാക്ട് ഫോൺസ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും OnePlus 13S ചെക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് OnePlus 15Rലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 48,990 രൂപയാണ് ഓഫർ പ്രൈസ്. പക്ഷേ വീണ്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ 50,000 റുപ്പീസിൽ കിട്ടുന്ന OnePlus 13 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. iQOO ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ OnePlus 15R ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം സെയിം സ്പെസിഫിക്കേഷനുമായി വരുന്ന iQOO 15R ചെക്ക്ഔട്ട് ചെയ്യും. അതിൻ്റെ പ്രൈസ് ലേശം കുറവാണ്. 46,000 രൂപയ്ക്ക് നിങ്ങൾക്ക് iQOO 15R വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ പെർഫോമൻസ് ആൻഡ് ക്യാമറ രണ്ടും ഒരേ ഫോണിൽ നോക്കുന്നുണ്ടെങ്കിൽ വിവോയുടെ X200T എന്ന ഫോണുണ്ട്. നല്ല ഫോണാണ്, ചെക്ക്ഔട്ട് ചെയ്യാം. LTPO AMOLED ഡിസ്പ്ലേ, Dimensity 9400+ ചിപ്സെറ്റ്, 12GB RAM, 6200 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, 50 മെഗാ പിക്സലിലെ Zeiss ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പെരിസ്കോപ്പ് ക്യാമറ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഓൾറൗണ്ട് പെർഫോമൻസ് പ്ലസ് ക്യാമറ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഫ്ലിപ്കാർട്ടിലുണ്ട്. 53,990 രൂപയാണ് ഓഫർ പ്രൈസ്. ഇനി ഗൂഗിളിന്റെ പിക്സൽ ഫാൻസിന് വേണ്ടി ഓഫർ ഉണ്ട്. Pixel 10 120 Hz OLED ഡിസ്പ്ലേ, Tensor G5 ചിപ്സെറ്റ്, ഡീസന്റ് ബാറ്ററി ബാക്കപ്പ്, വയർലെസ് ചാർജിങ്, പിന്നെ പിക്സൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, പിക്സൽ ക്യാമറ എക്സ്പീരിയൻസ്, അതൊക്കെ ഇവിടെ കിട്ടും. അതായത് ആൻഡ്രോയിഡിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ ഏറ്റവും ഫസ്റ്റ് പിക്സൽ ഫോൺസിലായിരിക്കും വരുന്നത്. പിന്നെ അതിന്റെ ക്യാമറ ഒരു പ്രോസസ്സിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 64,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. iPhone 17, 16, 15 ഈ 3 ഫോണുകളുടെ മേളിൽ ഓഫർ ഉണ്ട്. 17 ഏകദേശം 70,000, 71,000, 71,000 രൂപ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഐഫോൺ ആണ് iPhone 17. അറിയാലോ, കഴിഞ്ഞ വർഷം ഒരുപാട് അപ്ഗ്രേഡുകളോട് കൂടി വന്ന ഒരു ഐഫോൺ ആയിരുന്നു iPhone 17. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എങ്കിൽ iPhone 16 59,900 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഈവൻ iPhone 15 ഉണ്ട് ആക്ച്വലി. അത് 10,000 റുപ്പീസ് കുറവായിരിക്കും. 50,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. എൻ്റെ സജഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ iPhone 16 വാങ്ങിച്ചോളൂ. അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. കുറച്ചുകൂടി മോഡേൺ ഫോണാണ് iPhone 16. പക്ഷേ യെസ്, നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ 50,000 റുപ്പീസേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഐഫോൺ വേണമെങ്കിൽ iPhone 15 ആണ് ഏക ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് അൺബോക്സ്ഡ് പീസ് ഒക്കെ ട്രൈ ചെയ്യാം. ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയ Find X9 സീരീസിലുള്ള Find X9ന്റെ മേളിൽ ഓഫർ ഉണ്ട്. നല്ലൊരു ഫോണാണ് തീർച്ചയായിട്ടും. അതായത് പെർഫോമൻസ് ഉണ്ട്, ഓപ്പോയുടെ കളർവോയ്സിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല ക്യാമറാസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. AMOLED ഡിസ്പ്ലേ, Dimensity 9500 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, വയർലെസ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 67,000 രൂപയാണ് ഓഫർ പ്രൈസ്. ഇനി നമുക്ക് 40,000 റുപ്പീസിന്റെ താഴെയുള്ള ഫോൺസ് നോക്കാം. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയ നത്തിങ് ഫോൺ 3 അത് ഇറങ്ങിയ പ്രൈസ് എൻ്റെ പൊന്നെ 80-85 രൂപയ്ക്കാണ് ഇറങ്ങിയത്. എന്നാൽ ഇപ്പം ഓഫർ സെയിലിൽ 40,990 രൂപ കിട്ടുന്നുണ്ട്. 41,000 റുപ്പീസിൽ നല്ലതാണ്. അതായത് നത്തിങ്ങിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ബാക്ക് ഡിസൈൻ,
ഗ്ലിഫ് ലൈറ്റിന് പകരം ഗ്ലിഫ് മേട്രിക്സ്, നത്തിങ്ങിന്റെ OS എക്സ്പീരിയൻസ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് തരുന്നത് ഫോർ ദിസ് പ്രൈസ്. 8s Gen 4 ചിപ്സെറ്റ് ആണ്. സോ പെർഫോമൻസ് കിട്ടും. സോ നിങ്ങൾ നത്തിങ്ങിന്റെ അതായത് നിങ്ങൾ ടെക്കിയാണ്, നേർഡൊക്കെ ആണെങ്കിൽ നത്തിങ്ങിന്റെ ഫോൺ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. പിന്നെ നത്തിങ്ങിന്റെ തന്നെ നത്തിങ് ഫോൺ 4A Pro കിട്ടുന്നുണ്ട്. അതിനേക്കാളും മച്ച് ബെറ്റർ ആണ് നത്തിങ് ഫോൺ 3. സോ ഈ രണ്ട് ഫോണുകൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നത്തിങ് ഫോൺ 3 റെക്കമെൻഡ് ചെയ്യും. കാരണം അത് നത്തിങ്ങിന്റെ പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. OnePlusന്റെ OnePlus Nord 6 ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിലും ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, 8s Gen 4 ചിപ്സെറ്റ്, 9000 mAh പവർ ബാങ്ക് പോലെ ഇരിക്കുന്ന ബാറ്ററി. സോ കിടിലൻ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, ടെലിഫോട്ടോ ഒന്നും വരുന്നില്ല. 39,990 രൂപയാണ് ഇതിന്റെ ആമസോണിലുള്ള ഓഫർ പ്രൈസ്. പിന്നെ പോക്കോ ഫാൻസിന് വേണ്ടി പോക്കോ X8 Pro ഉണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 8500 അൾട്രാ ചിപ്സെറ്റ്, 6500 mAh വലിയ ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഡീസന്റ് ക്യാമറ സെറ്റപ്പ് ആണ്. കൂടുതൽ ക്യാമറ ഒന്നും പ്രതീക്ഷിക്കേണ്ട. 31,990 രൂപയാണ് ഫ്ലിപ്കാർട്ടിലുള്ള ഓഫർ പ്രൈസ്. ഇനി നിങ്ങൾക്ക് പോക്കോ അല്ല റെഡ്മി ഫോൺ മതിയെങ്കിൽ റെഡ്മിയുടെ ഈ അടുത്തിറങ്ങിയ റെഡ്മി ടർബോ 5 ഉണ്ടല്ലോ, നല്ലതാണ്. അതും ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. അതിൽ ലേശം കൂടുതൽ ബാറ്ററി ഉണ്ട്. 7560 mAh ബാറ്ററി ഉണ്ട്. അതിന്റെ പ്രൈസ് ആണ് 33,999 രൂപ. ഇനി ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ ഒരു A സീരീസ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് പലർക്കും A സീരീസ് ഫോണിൽ താല്പര്യമുണ്ട്, അതിന്റെ ഒരു പ്രീമിയം ഫീലും പിന്നെ A സീരീസ് മാത്രം എടുക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് സാംസങ് ഗാലക്സി A56. ആമസോണിൽ കിടപ്പുണ്ട്. 31,990 രൂപയാണ് ഓഫർ പ്രൈസ്. ഓക്കെ, ഗ്ലാസിന്റെ ബിൽഡ്, മെറ്റൽ ഫ്രെയിം, 1 UI എക്സ്പീരിയൻസ്, അത്യാവശ്യം ഡീസന്റ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. 30,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ച്, അണ്ടർ 30,000 നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 60 Pro, യെസ്, കഴിഞ്ഞ വർഷത്തെ ഫോണാണ്. എന്നാലും സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് കിട്ടും നിങ്ങൾക്ക്. ബാക്കിൽ ആ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 1.5K OLED ഡിസ്പ്ലേ, ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതിൽ 3.5x ടെലിഫോട്ടോ ഓപ്റ്റിക്കൽ സൂം ഉള്ള ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. 30,000 രൂപയുടെ താഴെ, അതായത് HD+ LCD ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ 3.5x ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നല്ല ക്യാമറ പെർഫോമൻസും ആണ് A60 Proയുടെ. Dimensity 8350 ചിപ്സെറ്റ്, 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് വാല്യൂ ഫോർ മണി ഫോൺ 26,000 ചില്ലുവാൻ രൂപ കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ്. റിയൽമി GT70 വലിയ സൈസുള്ള AMOLED ഡിസ്പ്ലേ ഉണ്ട്. Dimensity 8400 മാക്സ് ചിപ്സെറ്റ്, 7000 mAh വലിയ ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50 മെഗാ പിക്സലിന്റെ ഡീസന്റ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഓപ്പോ എന്ന ബ്രാൻഡിന്റെ ഗെയിമിംഗ് ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ അറിയാലോ, ഓർമ്മയുണ്ടോ നമ്മൾ ആ K13 ടർബോ ആൻഡ് ടർബോ പ്രോ, മറ്റേ ഫാനുള്ള ക്യാമറ മോഡലിൽ ഫാനുള്ള ഫോൺ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ആക്ച്വലി ഓപ്പോയുടെ മാത്രമല്ല, മിക്ക എല്ലാം ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പറയാൻ പോകുന്ന മിക്ക എല്ലാ ഫോണുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ചെക്കൗട്ട് ചെയ്യുക. ഒരു ഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. K13 ടർബോ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉണ്ട്. Dimensity 8450 ചിപ്സെറ്റ്, 7000 mAh വലിയ ബാറ്ററി ഉണ്ട്. 26,990 രൂപയാണ് പ്രൈസ്. K13 ടർബോ പ്രോയിലും സെയിം AMOLED ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഇതിൽ Snapdragon 8s Gen 4 ചിപ്സെറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഫീച്ചേഴ്സ് ഏകദേശം സെയിം ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ K13 ടർബോ പ്രോ പ്രിഫർ ചെയ്യുക. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. ടർബോ പ്രോയുടെ പ്രൈസ് ആണ് 29,990 രൂപ. റിയൽമിയുടെ തന്നെ റിയൽമി P3 അൾട്രയും വന്നിട്ടുണ്ട് ഓഫറിൽ. 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 8350 ചിപ്സെറ്റ്, 6000 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഡീസന്റ് ക്യാമറ സെറ്റപ്പ്, 29,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. എന്താണെന്ന് അറിയില്ല, അതായത് സാംസങ്ങിന് എന്ത് പറ്റി? സാംസങ് ഗാലക്സി M47 23,000 രൂപയ്ക്ക് കണ്ട് ഇറക്കിയിട്ടുള്ളത് ഓഫർ പ്രൈസിൽ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. 25,000 റുപ്പീസിന് താഴെ. അതായത് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. സാംസങ്ങിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്, Snapdragon 6 Gen 3 ചിപ്സെറ്റ് ഉണ്ട്, 120Hz AMOLED ഡിസ്പ്ലേ, LPDDR5X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ് ഇട്ട് തന്നിട്ടുണ്ട്. 6000 mAh വലിയ ബാറ്ററി ഉണ്ട്. പിന്നെ ബോക്സിൽ ചാർജർ ഒന്നും കിട്ടൂല, അത് പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. 20,000 റുപ്പീസിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈവൻ ഓഫർ സമയമാണെങ്കിലും പണ്ട് 20,000 റുപ്പീസിന്റെ താഴെ വന്നുകൊണ്ടിരുന്ന ഇപ്പം എല്ലാം പുഷ് ചെയ്ത് 25,000 റുപ്പീസിന് താഴെ ആക്കിയിട്ടുണ്ട്. എന്നാലും ചില ഫോൺസ് ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. ഇൻഫിനിക്സിന്റെ GT30 5G+ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗെയിമിംഗ് വൈബുള്ള പെർഫോമൻസ് ഉള്ള ഫോൺസ് അല്ലെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അത് ആക്ച്വലി 144Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗെയിമിംഗ് വൈബുള്ള ഡിസൈൻ ആണ്. ഷോൾഡർ ട്രിഗേഴ്സ് ഒക്കെ ഉണ്ട് ഗെയിമിങ്ങിന് വേണ്ടി. Dimensity 7400 ചിപ്സെറ്റ്, പിന്നെ ക്രാഫ്റ്റൺ സർട്ടിഫൈഡ് 90 FPS ഗെയിം പ്ലേ നിങ്ങൾക്ക് BGMI കിട്ടും. 5500 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ് ഒക്കെ ഉണ്ട്. 19,499 രൂപയാണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഗാലക്സി F36, ആമസോണിൽ ഗാലക്സി M36, രണ്ട് എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. റീബ്രാൻഡ് ചെയ്തേ ഉള്ളൂ. 120Hz AMOLED ഡിസ്പ്ലേ, Exynos ചിപ്സെറ്റ് ആയിരിക്കും. ക്യാമറ നല്ലതായിരിക്കും ഫോർ ദ പ്രൈസ്, സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും.
ചിപ്പും 5000 mAh ബാറ്ററി ഉണ്ട്. 18,000 രൂപയ്ക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ iQOO Z11X ഉണ്ട്. ഭയങ്കര വലിയ ബാറ്ററി ഉള്ള ഫോണാണ്. എന്നാൽ AMOLED ഡിസ്പ്ലേ ഒന്നും കിട്ടൂല, LCD ഡിസ്പ്ലേ ആയിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. 19,999 രൂപയാണ് പ്രൈസ്. ആമസോണിൽ കിടപ്പുണ്ട്. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് ഇനിയും കുറവാണെങ്കിൽ മോട്ടോറോളയുടെ മോട്ടോ G37 പവർ ഉണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. 7000 mAh ബാറ്ററി ഉണ്ട്. 18 വാട്ടിന്റെ ചാർജിങ് വരുന്നുള്ളൂ. 120 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ്. Dimensity 6400 ചിപ്സെറ്റ് ഉണ്ട്. 50 മെഗാപിക്സൽ ക്യാമറ. അതായത് ഒരു ഡീസന്റ് ബഡ്ജറ്റ് ഫോൺ. അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത എല്ലാ ഫോണുകളുടെ പ്രൊഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ പ്രൊഡക്റ്റ് ടാഗ് സെഗ്മെന്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓവർടേക്ക് സൈനിങ് ഓഫ്. ബൈ.